Good afternoon, all. Good afternoon, ma'am. Good afternoon. Good afternoon, madam. Okay, good afternoon. നമ്മൾ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട് അല്ലേ? എന്തായാലും ഓപ്പറേഷൻ തിയേറ്റർ മറന്നുപോയോ? എല്ലാവരും എടുക്കാം. ഓപ്പറേഷൻ തിയേറ്റർ ഇപ്പോ നമ്മൾ എവിടെ വരെയാ നിർത്തിയത്? ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഏത് ഭാഗം വരെയാണ് പറഞ്ഞു നിർത്തിയത്? ഇനി ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ ആണ് എടുക്കാനുള്ളത്. ഓക്കെ ഓക്കെ, ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ ആണ് നെക്സ്റ്റ് എടുക്കേണ്ടത്. അപ്പൊ ഇതുവരെയും ജസ്റ്റ് വായിച്ചൊക്കെ നോക്കിയായിരുന്നോ? എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടോ? എന്തായാലും ഇന്ന് എടുക്കുന്നതിനൊപ്പം തന്നെ വായിച്ചു നോക്കുക. വായിച്ചിട്ടില്ല എങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ അല്ലേ? നമ്മൾ കണ്ടായിരുന്നു അല്ലെ, ഓപ്പറേഷൻ തിയേറ്റർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക, ടേബിൾ സെറ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, ഓപ്പറേഷൻ റൂമിൽ കയറുന്നതിന് മുമ്പ് വ്യത്യസ്ത പോർഷൻസ് ഒക്കെ ഉണ്ടാവണമെന്നൊക്കെ പറഞ്ഞല്ലേ, ഡോക്ടേഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സിംഗ് റൂമുകള്, അതല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട സ്റ്റെറിലൈസേഷൻ നടത്തിയിരിക്കേണ്ട ഉപകരണങ്ങളൊക്കെ ഉള്ള പ്രത്യേകം കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ ചില സാഹചര്യങ്ങളിൽ അല്ലെ, ചില ഹോസ്പിറ്റലിലൊക്കെ ഇതിന്റെ ഫെസിലിറ്റീസ് ഒക്കെ കുറവാന്നുള്ള കാര്യം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നെക്സ്റ്റ് എടുക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ. ഇതില് എന്താണ്, 3 തരത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ചിട്ടാണ് വിവരിക്കുന്നത്. മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ, ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ, ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. എന്താണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അത് എന്താണെന്നുള്ളത് നോക്കാം. എന്താണ് പ്രീ ഫാബ്രിക്കേറ്റഡ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ is a finished steel structure with a jointless sterile coating that provides a high quality finish. These operation theaters provide the benefit of a, അതായത് നമുക്കറിയാം ഇപ്പോഴത്തെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ അല്ലെ, നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഓപ്പറേഷൻ ചെയ്യുന്നത്, അതായത് സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില ഹോസ്പിറ്റലുകളിൽ നമുക്കറിയാം തുച്ഛമായ സൗകര്യങ്ങളായിരിക്കും അല്ലെ. ചില ഹോസ്പിറ്റലാണെങ്കിൽ എന്താണ്, സ്കാനിങ് സെന്ററുകൾ, MRI-യും CT-യും ഒക്കെ ചെയ്യാൻ പറ്റുന്ന സെന്ററുകളെല്ലാം തന്നെ ആ ഓപ്പറേഷൻ തിയേറ്ററിനോട് ചേർന്നൊക്കെ ഉണ്ടാവും. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ഫെസിലിറ്റി ഓരോ ഹോസ്പിറ്റലിന്റെ ആ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട്, ഇച്ചിരി വലിയ ഒരു ഫിനാൻസ് മുടക്കി ഒരു വലിയൊരു സ്ഥാപനമാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഫെസിലിറ്റി അവിടെ പ്രദാനം ചെയ്തിരിക്കും അല്ലെ, എന്തെങ്കിലും സൗകര്യങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കും. അപ്പൊ ഇത്തരത്തില് ഒരു മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിൽ പറയുന്ന കാര്യം, അത് സ്റ്റീലുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അല്ലെ, ജസ്റ്റ് പറയുമ്പോൾ അതിന്റെ കൺസ്ട്രക്ഷൻ എല്ലാം അല്ലെ, അത് എന്താണ് ഇപ്പൊ പ്രത്യേകം എടുത്ത് പറയുന്നത്, ഫാബ്രിക്കേറ്റഡ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ ഈസ് എ ഫിനിഷ്ഡ് സ്റ്റീൽ സ്ട്രക്ചർ വിത്ത് ജോയിൻലെസ് സ്റ്റെറൈൽ കോട്ടിംഗ്. അതായത് അങ്ങനെ സ്റ്റീൽ ഉപയോഗിച്ചിട്ട് പണിതിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്റ്റെറിലൈസ് ചെയ്യാൻ അല്ലെ, ഇപ്പോഴും അണുക്കളൊന്നും പറ്റിപ്പിടിച്ചിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും കോട്ടിങ്ങുകളെല്ലാം കൊടുത്തിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്ററിന്റെ സ്ട്രക്ചർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, അതിന് പ്രത്യേക രീതിയിലുള്ള ബെനിഫിറ്റ്സുകൾ, ഗുണങ്ങളുണ്ട് എന്ന് പറയുന്നു. ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്, റാപ്പിഡ് കൺസ്ട്രക്ഷൻ. എന്താണ് റാപ്പിഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്? റാപ്പിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. പെട്ടെന്ന് ഇത്തരം സ്റ്റീൽ നമുക്കറിയാം, ഇപ്പോ പെട്ടെന്ന് ഓരോ വീടുകൾ അല്ലെ, വീടുകളാണെങ്കിലും എന്തെങ്കിലും ഹോമുകളും എന്തെങ്കിലും കൺസ്ട്രക്ഷൻസ് ഒക്കെ വരുമ്പോൾ സ്റ്റീൽ ഉപയോഗിച്ചിട്ടൊക്കെയാണ് അത് ചെയ്യുന്നത് അല്ലെ. നമ്മൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, പെട്ടെന്ന് തന്നെ അത് രൂപകൽപ്പന ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഒരുപാട് പണ്ടത്തെ മാതിരി കോൺക്രീറ്റ് വർക്കിന്റെ ഒക്കെ വരുമ്പോൾ ഇത്ര ടൈം അവിടെ വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അല്ലെ, ആ ഒരു ആവശ്യകത ഇവിടെ വരുന്നില്ല. പെട്ടെന്ന് തന്നെ പണിത് തീർക്കാനായിട്ട് സാധിക്കുന്നു. പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ്, അതായത് മൽക്കരുതൽ. പേജുകളൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്ററിന്റെ ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ് എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ആ സ്റ്റീലിന് ഒരു പ്രിവെന്റീവ് ആയിട്ട് എന്തെങ്കിലും സ്റ്റെറിലൈസേഷൻ നടത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടാണ്, അതായത്
അണുക്കളൊന്നും പറ്റി പിടിക്കാതിരിക്കാൻ, പെട്ടെന്ന് നശിച്ചു പോകാതിരിക്കാൻ. നമ്മളിപ്പോ പണ്ട് കാലത്തൊക്കെ മരങ്ങളാണെങ്കിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ കുത്തി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ടായിരിക്കും അവര് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞ മാതിരി തന്നെ സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് അത് കൺസ്ട്രക്ഷൻ നടത്തുന്നതെങ്കിലും സ്റ്റീലിനും ഇത്തരത്തിലുള്ള കോട്ടിങ് ഒരു മുൻകരുതൽ എടുക്കാനായിട്ട് ഉള്ള ശ്രദ്ധ, അതനുസരിച്ചിട്ടുള്ള മുൻകരുതലുകൾ എടുത്തിട്ടായിരിക്കും അവര് ആ ഒരു കൺസ്ട്രക്ഷൻ നടത്തുക. ലോങ് ഡ്യൂറബിലിറ്റി, അതായത് സ്റ്റീലിന്റെ ആയതുകൊണ്ട് തന്നെ അല്ലെ പെട്ടെന്ന് ഒരു എന്താ പറയാ സ്ട്രോങ് ആണ്, അതുകൊണ്ട് തന്നെ അത് പെട്ടെന്നൊന്നും നശിച്ചു പോകില്ല അല്ലെ, ഒരുപാട് നാള് നീണ്ടു നിൽക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. ഇൻ കേസ് നമുക്കറിയാം സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ക്രിയേറ്റ് അല്ലെ സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിൽ ഇച്ചിരി കൂടി വിപുലീകരിക്കണമെന്ന് തോന്നിയാൽ തന്നെ ഒരുപാട് അല്ലെ എല്ലാം കൂടി സ്ട്രക്ചർ മൊത്തം വെട്ടിപ്പൊളിച്ചൊന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. കുറച്ചും കൂടി പെട്ടെന്ന് എക്സ്പാൻഷൻ ചെയ്യാനായിട്ട് ഇത്തിരി കൂടി കൂട്ടാനൊക്കെ ആണെങ്കിൽ അധികം അല്ലെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ജോയിന്റ് ചെയ്ത് അല്ലെ നമുക്ക് അത് കൂട്ടിച്ചേർക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഈസ് ഓഫ് മെയിൻ്റെനൻസ്, ഇൻ കേസ് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിലും മെയിൻ്റെനൻസ് വർക്കുകൾ നടത്താനും എളുപ്പമാണ്. ഇൻസ്റ്റാളേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് എക്യുപ്മെന്റ്, ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും എക്യുപ്മെന്റുകൾ അല്ലെ പുതിയ സാഹചര്യങ്ങളാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ മെഷീനറികളൊക്കെ വേണമെങ്കിൽ അവിടെ സ്ഥാപിക്കണമെന്ന് തോന്നിയാൽ ആ ഒരു തിയേറ്ററിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ പുതിയ മെഷീൻസ് ഒക്കെ കൊണ്ടുവന്ന് സ്ഥാപിക്കണമെന്ന് തോന്നിയാൽ തന്നെ അതൊക്കെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. പ്രൊവിഷൻ ഓഫ് ഓപ്പണിംഗ് നീഡഡ് ഫോർ ദ ഇൻസ്റ്റാളേഷൻ വിത്തൗട്ട് അഫക്റ്റിംഗ് ഹാർഡ്നെസ് ഓഫ് സ്ട്രക്ചർ. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ആ സ്ട്രക്ചറിന് ഒരു വളക്കം സംഭവിക്കാതെ തന്നെ എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും മെഷീനറികൾ ഇപ്പൊ ചിലപ്പോൾ ഏതെങ്കിലും മൂലയ്ക്ക് ഏതെങ്കിലും സൈഡിലേക്കൊക്കെ ആണെങ്കിൽ അവിടെ എല്ലാം വെട്ടിപ്പൊളിച്ചിട്ട് ആ സ്ട്രക്ചറിന് കോട്ടമൊന്നും സംഭവിക്കാതെ തന്നെ അവിടെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും പ്രത്യേകതകളാണ് എന്ത് ഓപ്പറേഷൻ തിയേറ്ററിനുള്ളത്, പ്രീ ഫാബ്രിക്കേറ്റഡ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിന് ഉള്ളത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും വേരുകൾക്ക് മീനിങ് പറഞ്ഞു തരേണ്ടതുണ്ടോ? വീണ്ടും പറയേണ്ടതുണ്ടോ? റാപ്പിഡ് കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നിർമ്മിക്കാൻ സാധിക്കുന്നു. ദെൻ പ്രിവെൻഷൻ, മുൻകരുതലുകൾ എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു കോട്ടിംഗ് ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ഒരുപാട് നാള് നീണ്ടു നിൽക്കുന്നു. ഈ ഒരു സ്റ്റീൽ ഉപയോഗിച്ചിട്ട് തന്നെ ഫ്രെയിം വർക്ക് ചെയ്യുന്നത് കൊണ്ട് ലോങ് ഡ്യൂറബിലിറ്റി ഉണ്ട്. ദെൻ സ്ട്രോങ് ആണ്, ഫ്ലെക്സിബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചേഞ്ച് അല്ലെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കുന്നു. ഈസ് ഓഫ് മെയിൻ്റെനൻസ്, എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ഉണ്ടെങ്കിൽ അതും എളുപ്പമാക്കാൻ സാധിക്കുന്നു, എളുപ്പം നടപ്പാക്കാൻ സാധിക്കുന്നു. എന്തെങ്കിലും ഇൻസ്റ്റാളേഷൻ അല്ലെ എന്തെങ്കിലും എക്യുപ്മെന്റിന്റെ ആണെങ്കിലും കൊണ്ടുവന്ന് കൂട്ടിച്ചേർക്കൽ ആവശ്യകതയുണ്ട് എങ്കിൽ അത് എളുപ്പം സാധ്യമാക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് ആ ഒരു ഘടനയ്ക്ക് ഒരു സ്ട്രക്ചറിന് അല്ലെ ആ ഒരു പണിതിരിക്കുന്ന സ്ട്രക്ചറിന് കോട്ടം സംഭവിക്കാതെ തന്നെ എന്തെങ്കിലും ഇൻസ്റ്റാളേഷൻ നടത്താനായിട്ട് കൂടുതൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. നെക്സ്റ്റ് എന്താണ്? ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാണ്. ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. അതായത് മറ്റൊരു എന്താണത് ഫങ്ഷണലി ലിങ്കിങ് ദ ഓപ്പറേഷൻ തിയേറ്റർ എൻവയറമെന്റ്. അത് ഈ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കൂട്ടിച്ചേർക്കുക അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിനോട് കൂടിച്ചേരുന്ന ഒരു സംഭവം ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകത. എന്താണ് കൂടിച്ചേരുന്നത് എന്ന് പറയുന്നത്? ദിസ് കൺസിസ്റ്റ് ഓഫ് പേഷ്യന്റ് ഇൻഫോർമേഷൻ, ഓഡിയോ, വീഡിയോ, സർജിക്കൽ ലൈറ്റ്സ്, റൂം ലൈറ്റ്സ്, AC ആൻഡ് മെഡിക്കൽ എക്യുപ്മെന്റ്. അതായത് ഒരു തിയേറ്ററിനോട് ചേർന്ന് തന്നെ അവിടെയുള്ള പേഷ്യൻസിന്റെ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് എല്ലാം അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനോട് ചേർന്ന് തന്നെയുള്ള വിഭാഗത്തിൽ എന്താണ് പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് എല്ലാം എന്താണ് കീപ്പ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഓഡിയോ ആയിട്ടോ വീഡിയോ ആയിട്ടോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹിസ്റ്ററീസ് ഒക്കെ എന്തെങ്കിലും അതൊക്കെ നോക്കണമെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ആ ഒരു സ്പെഷ്യൽ അല്ലെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന റൂമിനോട് ചേർന്ന് ഉണ്ടാവും, അതിലുണ്ടാവും എന്ന് പറയുന്നു.
സർജിക്കൽ ലൈറ്റ്സ്, അതായത് ആവശ്യത്തിന് അല്ലെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കേണ്ട ലൈറ്റും കാര്യങ്ങളെല്ലാം അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടാവും. റൂം ലൈറ്റ്സ്, AC ആൻഡ് മെഡിക്കൽ എക്യുപ്മെന്റ്, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലല്ലേ അതിന്റെ ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള മെഡിക്കൽ എക്യുപ്മെന്റും അറ്റാച്ച് ചെയ്ത്, അതായത് ഇന്റഗ്രേറ്റ് ചെയ്ത് ഓപ്പറേഷൻ തിയേറ്ററിനോട് ചേർന്ന് തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതാണ് മറ്റൊരു വിധത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്, ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. നെക്സ്റ്റ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഈ ഒരു ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കുറച്ച് അല്ലെ ഫിനാൻഷ്യലി നല്ലൊരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്, ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരിക്കും. എന്താണെന്ന് നോക്കാം. സർജിക്കൽ തിയേറ്റർ that is equipped with the modern medical imaging devices like CRs, CT scanners, MRI scanners. അതായത് നമ്മളുടെ ഓപ്പറേഷൻ തിയേറ്ററിനോട് ചേർന്ന് തന്നെ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ടാവും അല്ലെ. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും CTയോ അല്ലെങ്കിൽ MRI ഒക്കെ എടുക്കണമെങ്കിൽ പുറത്തു പോയി നമുക്ക് അല്ലെ എടുക്കേണ്ടെന്ന ആവശ്യകത ഉണ്ടാവില്ല. ആ ഒരു തിയേറ്ററിനോട് ചേർന്ന് തന്നെയുള്ള വിഭാഗമായിരിക്കും ഇത്തരത്തിലുള്ള സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നത്. CT സ്കാനും MRI സ്കാനും ഒക്കെ ഓർമ്മയുണ്ടോ? എന്താണ് CT എന്ന് പറയുന്നത്? അതായത് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും സിയാംസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എന്തെങ്കിലും എക്സ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, എല്ലാ കാര്യങ്ങളും അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അതിലെ മറ്റൊരു കാര്യം പറയുന്നത് CT സ്കാൻ അല്ലെ. ഫുൾ ഫോം ഒക്കെ ആരെങ്കിലൊക്കെ ടൈപ്പ് ചെയ്യുക, അറിയാത്തവരുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് പോവുക. എന്താണ് കമ്പ്യൂട്ടർ ടോമോഗ്രഫി അല്ലെ. CT സ്കാനേഴ്സ് അല്ലെങ്കിൽ MRI സ്കാൻ എന്താണ്? മാഗ്നറ്റിക് റെസോണൻസ് ഇമേജിങ് സ്കാനേഴ്സ് ഉണ്ട് അല്ലെ. അത്തരത്തിലുള്ള സ്കാനറുകളെല്ലാം അതിനോട് ചേർന്ന് തന്നെ മാഗ്നറ്റിക് റെസോണൻസ് ഇമേജിങ്. ഓക്കെ, അപ്പൊ അതെല്ലാം അതിനോട് ചേർന്ന് ഓപ്പറേഷൻ തിയേറ്ററിനോട് ചേർന്ന് തന്നെ അവിടെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു പ്രത്യേക ആ ഒരു സൗകര്യം കൂടി ആ ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ദിസ് അലൗസ് സ്ലൈറ്റ്ലി ഇൻവാസീവ് സർജറി ലെസ് ഇൻസിഷൻ. അതായത് ഇതിന്റെയൊക്കെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ കീഹോൾ സർജറി ഒക്കെ വരുമ്പോഴെന്താണ് ചെറിയൊരു മുറിവോട് കൂടിയിട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നത്. അപ്പൊ അതിന് പറ്റിയ എല്ലാ സൗകര്യങ്ങളും കൂടി ഈ ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റീസിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അതാണ് ഇവിടെ എടുത്തു പറയുന്നത്. നമുക്കറിയാം ഇതൊക്കെ നോക്കിയിട്ടാണ് അല്ലെ CT സ്കാനും MRI സ്കാനിന്റെ ഒക്കെ റിസൾട്ട് നോക്കിയിട്ടാണ് അവര് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇപ്പൊ ഒരു ഇതെല്ലാം കീഹോൾ സർജറി ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണോ എന്നൊക്കെ അവര് ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്ത് അതുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ 3 തരത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്. എന്താണ്? ഫസ്റ്റ് വൺ പറയുന്നത് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ, ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ, ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ അത് ഒരു കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അതായത് ഇപ്പോഴത്തെ മാതൃകയിലെ നമ്മള് ഇപ്പൊ എന്താ പറയാ നമ്മള് ഈ പണ്ട് കാലത്തെയുള്ള ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ രൂപകൽപ്പന ചെയ്യുന്നത് എന്താണ്? സിമെന്റും അല്ലെ ആ കട്ടയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു വലിയ തിയേറ്റർ അല്ലെ, അങ്ങനെയുള്ള ഒരു റൂമാണ് ഫെസിലിറ്റി ചെയ്യുന്നത്. പക്ഷെ ഈ കാലഘട്ടങ്ങളിൽ അനുസരിച്ച് നോക്കുമ്പോൾ എന്താണ് സ്റ്റീലിന്റെ ആ ഒരു ഫ്രെയിം വർക്കാണ് മൊത്തത്തിൽ വരുന്നത്. അതനുസരിച്ചിട്ട് നമുക്കറിയാം ഗ്ലാസും സംഭവങ്ങളൊക്കെ ആയിരിക്കും അതില് അല്ലെ കൂട്ടിച്ചേർന്നായിരിക്കും. അപ്പൊ എന്താണ് അതിന്റെ ആ ഒരു AC കണ്ടീഷനൊക്കെ വരുന്നത് ഈ സ്റ്റീലിനോട് ചേർന്ന് ഉള്ള ഒരു റൂം ഫെസിലിറ്റി ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ആ ഒരു സ്റ്റീൽ ഉപയോഗിച്ചിട്ട് തന്നെ ഫ്രെയിം വർക്ക് നടത്താനായിട്ട് സാധിക്കും. അതാണ് പറയുന്നത് റാപ്പിഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. then എന്താണ് പ്രിവെൻഷൻ കണ്ടാമിനേഷൻ ബിൽഡപ്പ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം ഗ്ലാസ് ഒക്കെ പെട്ടെന്ന് തുടച്ച അല്ലെങ്കിൽ സ്റ്റീലൊക്കെ ആണെങ്കിൽ ഒരു പ്രിവെന്റീവ് ആയിട്ടുള്ള ഒരു കോട്ടിങ് അല്ലെ എന്തെങ്കിലും അണുക്കളൊന്നും പറ്റി പിടിക്കാതിരിക്കുന്ന തരത്തിലുള്ള കോട്ടിങ്ങുകളെല്ലാം കൊടുത്തിട്ടായിരിക്കും ഈ ഒരു കൺസ്ട്രക്ഷന് മുമ്പ് തന്നെയാണ് ചെയ്തിട്ടുണ്ടാവും.
ദെൻ ലോങ് ഡ്യൂറബിലിറ്റി, അതായത് പെട്ടെന്ന് അല്ലെ ഏതെങ്കിലും ഒരു ഭിത്തി പൊളിഞ്ഞു പോവുക, എന്തെങ്കിലുമൊക്കെ കാലപ്പഴക്കം വന്ന് അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് കൂടുതൽ നിലനിൽക്കുന്നതാണെന്ന് പറയുന്നു. ദെൻ സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ, നമുക്ക് ചേഞ്ച് വരുത്തണമെങ്കിലൊക്കെ എളുപ്പത്തിൽ ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ദെൻ യൂസ് ഓഫ് മെയിൻ്റെനൻസ്, അല്ലെ എന്തെങ്കിലും മെയിൻ്റെനൻസ് വരുത്തണമെങ്കിൽ അത് മെയിൻ്റെനൻസ് വരുത്താനായിട്ടും സാധിക്കും എന്നുള്ളതാണ്. ദെൻ എന്താണ് ഇൻസ്റ്റാളേഷൻ ആൻഡ് സപ്പോർട്ട് എക്യുപ്മെന്റ്, എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അല്ലെ ആ ഒരു ഇതിലേക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിൽ ഏതെങ്കിലും മെഷീനൊക്കെ സ്ഥാപിക്കണമെങ്കിൽ അതിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുകയില്ല. ഏത് പ്ലേസിൽ കൂടെ ആണെങ്കിലും അല്ലെ നമുക്ക് ഒരു ഇത് ആണെങ്കിൽ എന്താണ് വെട്ടിപ്പിടിച്ച് മാറ്റുക എന്നൊക്കെ പറയുന്ന ബുദ്ധിമുട്ടാണ്. അതേസമയം സ്റ്റീലൊക്കെ ആവുമ്പോൾ നമുക്കറിയാം അതൊരു കട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ അവിടേക്ക് എന്തെങ്കിലും പ്രൊവിഷൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിലുള്ള മെഷീൻ എന്തെങ്കിലും സ്ഥാപിക്കാനൊക്കെ ആയിട്ട് എളുപ്പത്തിൽ സ്ഥാപിക്കാനൊക്കെ സാധിക്കും. നമുക്കറിയാം ഈ ഒരു ഇതിനോടൊപ്പം തന്നെ ഫ്രെയിമിനോടൊപ്പം തന്നെ എന്തെങ്കിലും അവിടെ ഇതുണ്ടാവും അല്ലെ, ഗ്ലാസിന്റെയോ എന്തെങ്കിലും കട്ടി കൂടിയ എന്തെങ്കിലും ഇതുകൊണ്ട് കൂടിയായിരിക്കുമല്ലോ ആ കൺസ്ട്രക്ഷൻ വരുന്നത്. then എന്താണ് പ്രൊവിഷൻ ഓഫ് ഓപ്പണിംഗ് നീഡഡ് ഫോർ ഇൻസ്റ്റാളേഷൻ വിത്തൗട്ട് അഫക്ടിങ് ഹാർഡ്നെസ് ഓഫ് സ്ട്രക്ചർ, ആ സ്ട്രക്ചറിനെ മൊത്തത്തിൽ അല്ലെ ആ ഒരു പ്രോബ്ലം ഒന്നും സംഭവിക്കാതെ തന്നെ എന്തെങ്കിലും ഭേദഗതികളൊക്കെ എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലും സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഓക്കെ, എന്തെങ്കിലും ഓക്കെ. അപ്പൊ നമ്മള് ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ കുറെ കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി എന്താണ് അതിൽ പറയുന്നത്? പ്രിവെന്റീവ് മെഷർ അഗെയിൻസ്റ്റ് ഹാസാർഡ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. അതായത് നമ്മൾക്കറിയാം അവിടെ അല്ലെ എപ്പോഴും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു ഏരിയ ആണ് ഓപ്പറേഷൻ തിയേറ്റർ. അണുക്കളൊക്കെ പെട്ടെന്ന് പറ്റിപ്പിടിച്ചാൽ തന്നെ അത് മാത്രമല്ല ഓപ്പറേഷന് വിധേയമാകുന്നവരിൽ നിന്നും അണുക്കളെല്ലാം പറ്റിപ്പിടിക്കാനൊക്കെ ആയിട്ട് എളുപ്പം അല്ലെ കൂടുതൽ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് അപകടകരമായ ഒരു മേഖലയാണ് അല്ലെ. അവിടെ ശ്രദ്ധയോട് കൂടി പ്രിവെന്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. അത് എത്തരത്തിലുള്ള മുൻകരുതലുകളാണ് എന്നുള്ളതാണ് അവിടെ 1 by 1 ആയിട്ട് പറയുന്നത്. നമുക്കറിയാമല്ലേ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു എന്താണ് എല്ലാവരും അവിടേക്ക് കയറുന്നതിന് മുമ്പ് ഡ്രസ്സുകളൊക്കെ ധരിക്കണം, മാസ്ക് ധരിക്കണം, ചപ്പലൊക്കെ വേറെ ഇടണം. ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ കൃത്യമായിട്ട് പറയുന്നത്. അവിടെ ആ ഒരു റൂമിന്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ള കാര്യമാണ് ഇവിടെ വീണ്ടും പറയുന്നത്. പ്രശ്നം നോക്കാം. Put on shoes prepared for nurses with non-slip soles. അതായത് തെന്നി വീഴാത്ത അല്ലെ സ്ലിപ്പ് ചെയ്ത് പോകാത്ത തരത്തിലുള്ള ഷൂകളൊക്കെ ധരിച്ചിട്ട് വേണം നഴ്സുമാരെല്ലാം അവിടേക്ക് പ്രവേശിക്കാനായിട്ട്. then എന്താണ് ഹാൻഡിൽ ഷാർപ്പ് ഓബ്ജക്ട്സ് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ, പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഓൾസോ. നമുക്കറിയാം അവിടെ അല്ലെ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ ഉപയോഗിക്കേണ്ടി വരിക മൂർച്ചയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലെ, നീഡിൽസോ പെൻ പോലെയുള്ള കത്തികളോ അല്ലെങ്കിൽ സിസേഴ്സ് അല്ലെ കത്രികളൊക്കെ ആയിരിക്കും അവിടെ ഉപയോഗിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യാൻ. അത് മാത്രമല്ല വേസ്റ്റ് ആയിട്ട് ഡിസ്പോസ് ചെയ്യുമ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കണം അല്ലെ. വലിച്ചെറിഞ്ഞൊന്നും അവിടെ ഇവിടെ ഒന്നും ഇടാനൊന്നും പാടില്ല. ശരിക്കും കൃത്യമായിട്ട് ലേബൽ ചെയ്തിരിക്കുന്ന ഹസാർഡ് വേസ്റ്റ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ആ ഒരു കണ്ടെയ്നേഴ്സിൽ തന്നെയായിരിക്കണം നിക്ഷേപിക്കേണ്ടത്. then എന്താണ് ഇൻസ്റ്റാൾ ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്റർപ്യൂട്ടേഴ്സ് ഫോർ എ സ്കിൽഡ് ഇലക്ട്രീഷ്യൻ ടു ടെസ്റ്റ് ആൻഡ് റിപ്പയർ ഡാമേജ്ഡ് എക്യുപ്മെന്റ്. എന്നറിയാം അവിടെ അല്ലെ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. എന്താ ലൈറ്റും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇലക്ട്രിക്കിന്റെ സഹായത്തോടു കൂടിയായിരിക്കും അവിടെ ഉപയോഗിക്കേണ്ടി വരും. ഇപ്പൊ പ്രത്യേകിച്ച് അല്ലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ മെഷീൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇലക്ട്രിക്കൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് എന്തെങ്കിലും സർക്യൂട്ട് അല്ലെ എന്തെങ്കിലും പ്രോബ്ലംസ് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എങ്കിൽ കൃത്യമായിട്ട് ഇലക്ട്രീഷ്യനെ ആ ഒരു സ്കിൽഡായിട്ടുള്ള കഴിവുള്ള വ്യക്തിയെ വിളിച്ച് തന്നെ അത് ആ എക്യുപ്മെന്റ്സ് ഒക്കെ റിപ്പയർ ചെയ്ത് ഡാമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് ടെസ്റ്റ് ചെയ്തൊക്കെ ആയിരിക്കണം അവിടെ ഉപയോഗിക്കേണ്ടത്. ഇൻസ്റ്റാൾ ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്റർപ്യൂട്ടേഴ്സ് ഫോർ എ സ്കിൽഡ് ഇലക്ട്രീഷ്യൻ ടു ടെസ്റ്റ് ആൻഡ് റിപ്പയർ ഡാമേജ്ഡ് എക്യുപ്മെന്റ്. നെക്സ്റ്റ് പറയുന്നത് പുട്ട് ഓൺ എ റേഡിയേഷൻ ഡോസിമീറ്റർ ബാച്ച് ഓർ അതർ when exposed to radiation for all safety instructions to listen exposure to a minimum. അതായത് നമുക്കറിയാം ഇപ്പൊ റേഡിയേഷൻ അല്ലെ, റേഡിയേഷൻ ആർക്ക് പ്രധാനമായിട്ടും കൊടുക്കാറുള്ളത്? റേഡിയേഷനൊക്കെ കൊടുക്കുന്നത്
ഓങ്കോളജി. ഓക്കെ, ഓങ്കോളജി വിഭാഗം, അതായത് ക്യാൻസർ പേഷ്യൻസിനൊക്കെ റേഡിയോളജി അല്ലെ, സോറി റേഡിയോളജി അല്ല, റേഡിയേഷൻ കൊടുക്കും അല്ലെ. അപ്പൊ ഈ റേഡിയേഷൻ ഒക്കെ കൊടുക്കുമ്പോൾ അവരുടെ അല്ലെ ശരീരത്തിന് കൃത്യമായിട്ടുള്ള അളവിൽ തന്നെയാണോ ഈ റേഡിയേഷൻ പോയിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് ഡോസിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡോസിമീറ്ററിൽ എന്താണോ ഒരു റേഡിയേഷൻ ഡോസിമീറ്റർ എന്ന് പറയുന്നത് ഒരു ബാഹ്യ അയോണിക് റേഡിയേഷൻ അളക്കുന്ന ഒരു ഉപകരണമാണ്. അതായത് പുറമെ അല്ലെ നമ്മൾക്ക് എത്രത്തോളം റേഡിയേഷൻ ആ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഡോസിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അത് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അത് ഘടിപ്പിച്ച് വ്യക്തിയെ കഴിയാൻ ആ ബാഡ്ജ് ഘടിപ്പിച്ച് കഴിയുമ്പോൾ കൃത്യമായിട്ട് തന്നെ അതിലറിയും എത്രത്തോളം റേഡിയേഷൻ അല്ലെ ആ ആക്റ്റീവായിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്കറിയാം. ആ റേഡിയേഷൻ അത് കിരണങ്ങളാണ്, അത് എന്തെങ്കിലുമൊക്കെ അല്ലെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒന്നും കൂടി ആയതുകൊണ്ട് തന്നെ ആ ഡോസിമീറ്റർ ഒക്കെ ഘടിപ്പിച്ചിട്ടാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. Then അതിനനുസരിച്ചിട്ട് ഫോളോ ഓൾ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ടു ലിസൺ എക്സ്പോഷർ ടു എ മിനിമം. അതായത് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായെങ്കിൽ അല്ലെ കൂടുതലായിട്ട് വികിരണങ്ങൾ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് അതെല്ലാം കൃത്യതയോടുകൂടി നോക്കിയിട്ട് വേണം അവിടെയുള്ള കാര്യങ്ങളെല്ലാം. എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം മറ്റുള്ളവർക്കും അല്ലെ ഇതുകൾ ബാധിക്കാനായിട്ടുള്ള ആ ഒരു കിരണങ്ങൾ ബാധിക്കാനുള്ള സാധ്യതകളുള്ളത് കൊണ്ട് പ്രിക്കോഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ടാവും. ആ മുൻകരുതലുകൾ തീർച്ചയായിട്ടും എടുക്കേണ്ടതാണ്. എന്താ പറയുന്നത്, ഇൻസ്റ്റാൾ എയർ കണ്ടീഷണർ വിത്ത് എഫക്റ്റീവ് ജനറൽ വെന്റിലേഷൻ ഇൻ ദ ഓപ്പറേറ്റിംഗ് റൂം ടു ലെസൺ ഹീറ്റ് സ്ട്രെസ് ആൻഡ് റിമൂവ് ഔട്ട്ഡോർസ് ഗ്യാസസ് ആൻഡ് വെപ്പൺസ്. അതായത് ഇതിൽ പറയുന്നത് അല്ലെ എന്തെങ്കിലും വാതകങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗന്ധോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കറിയാം. ഇതില് ഒരു എപ്പോഴും AC സംഭവമാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അത് അതിന്റെ രീതിയിൽ നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലും സർക്യൂട്ടിൽ എന്തെങ്കിലും സംതിങ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ അല്ലെ എന്തെങ്കിലും എന്താ പറയുക ഗന്ധമോ അല്ലെങ്കിൽ വായു അതിന്റെ അല്ലെങ്കിൽ ഒരു വാതകത്തിന്റെ ചോർച്ചയോ എന്തെങ്കിലും അല്ലെങ്കിൽ നീരാവിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ശ്രദ്ധയോടുകൂടി ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. ഇൻസ്റ്റാൾ എയർ കണ്ടീഷൻ വിത്ത് എഫക്റ്റീവ് ജനറൽ വെന്റിലേഷൻ. കറക്റ്റ് ആയിട്ടുള്ള വെന്റിലേഷൻ സൗകര്യം ആ ഓപ്പറേഷൻ റൂമിന് കിട്ടേണ്ടതുണ്ട്. ദെൻ ടു ലിസൺ ഹീറ്റ് സ്ട്രെസ്. എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അത് റിമൂവ് ചെയ്യണം അല്ലെ. ഗന്ധത്തിന്റെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ വാതക ചോർച്ച തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ വേപ്പേഴ്സിന്റെ എന്തെങ്കിലും അല്ലെ തുള്ളി പോലെയുള്ള കഥകള് സംതിങ് എന്തെങ്കിലുമൊക്കെ വിഷ്വലായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് നേഴ്സസ് സെൻസിറ്റീവ് ടു നാച്ചുറൽ റബ്ബർ ലാറ്റക്സ് മസ്റ്റ് യൂസ് നോൺ ലാറ്റക്സ് ഓർ പൗഡർ ഫ്രീ ലാറ്റക്സ് ഗ്ലൗസ് ഗന്ധം എന്താ പറയുന്നത് ഫ്രീ ലാറ്റക്സ് ഗ്ലൗസ് ആൻഡ് വേർഡ് കോണ്ടാക്ട് വിത്ത് അതർ ലാറ്റക്സ് പ്രോഡക്ട്സ്. ചിലപ്പോൾ നമുക്കറിയാം അവിടെയുള്ള നഴ്സുമാർക്കൊക്കെ ഒരേപോലെ തന്നെ സെൻസിറ്റീവ് അല്ലെ. അവര് ചിലപ്പോ അവരുടെ എന്തുകൾക്ക് ശരീരത്തിന് ചില അലർജി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാവരുടെയും ശരീരം ഒരുപോലെ ആയിരിക്കണമെന്നില്ല അല്ലെ. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം മസ്റ്റ് ആയിട്ടും അവര് ഗ്ലൗസ് യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ ഓർഡേഴ്സ് എന്ന് പറയുന്നത് എന്തെങ്കിലും അല്ലെ നമ്മൾ മണം ഗന്ധം എന്നൊക്കെ പറയില്ലേ, എന്തെങ്കിലും അങ്ങനെ ഒരു സംതിങ് ആ റൂമില് എന്തെങ്കിലുമൊക്കെ നമുക്കറിയാം അവിടെ നമ്മള് എന്താണ് മൈക്ക് കിടത്താനൊക്കെ ആയിട്ട് നമ്മള് അനസ്തേഷ്യൊക്കെ കൊടുക്കും. അതേമാതിരി തന്നെ ഓക്സിജൻ എന്തിന്റെങ്കിലും വാതക ചോർച്ചയുടെ ഒക്കെ സ്മെല്ല് വരാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. ചിലപ്പോഴിങ്ങനെ അശ്രദ്ധമായിട്ട് അല്ലെങ്കിൽ ശ്രദ്ധയില്ലാതെയൊക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നോട്ടബിൾ ആണ് എങ്കിൽ അത് ലിസൺ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, രോഗിക്ക് പെട്ടെന്ന് അല്ലെ രോഗാവസ്ഥയിലാണ് വ്യക്തിയെ കൊണ്ടുവരുന്നത്. അവർക്ക് ചിലപ്പോ പെട്ടെന്ന് ശ്വാസം തടസ്സമൊക്കെ വരാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണമെന്ന്. ക്ലിയറായോ? ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് പറയുന്നത് നഴ്സസ് സെൻസിറ്റീവ് ടു നാച്ചുറൽ റബ്ബർ ലാറ്റക്സ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാവർക്കും അലർജിയുടെ ഡിസീസ് ഒക്കെ ഉള്ള വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ
നമുക്കറിയാം അവിടെ ട്രീറ്റ്മെന്റിന് വരുന്നവർക്ക് മാത്രമല്ല അല്ല സാധാരണയായിട്ട് പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്ന ഡോക്ടേഴ്സിനും അല്ലെങ്കിൽ നഴ്സുമാർക്കും ചിലപ്പോൾ ചിലതിനോട് അല്ലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അങ്ങനെയുള്ളവർ എന്താണ് കൃത്യമായിട്ട് അതിനനുസരിച്ച് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഗ്ലൗസുകൾ അത് അനുസരിച്ചിട്ടുള്ള ചിലപ്പോ പൊടികൾ ഇല്ലാത്ത അല്ലെ അതിനൊരു ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഇല്ലാത്ത തരത്തിലുള്ള പൗഡർലെസ് ആയിട്ടുള്ള ഗ്ലൗസുകൾ ഉപയോഗിച്ചിട്ട് മാത്രം അവിടെ കൈകാര്യം ചെയ്യാനായിട്ട് പോകുക. നഴ്സസ് സെൻസിറ്റീവ് ടു നാച്ചുറൽ റബ്ബർ ലാറ്റക്സ് എന്ന് പറയുന്നത് അതാണ്. അവരുടെ അലർജിക്ക് അല്ലെ അവരുടെ അവരുടെ ആ ഒരു അലർജി ഇല്ലാത്ത തരത്തിലുള്ള സംഭവങ്ങൾ അവര് നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ ചിലപ്പോൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ചില കെമിക്കൽസ് അല്ലെ അലർജിറ്റിക് ആയിരിക്കും, ചില ഗ്ലൗസുകൾ ചിലർക്ക് അലർജിറ്റിക് ആയിരിക്കും. അങ്ങനെയുണ്ട് എങ്കിൽ അത് സ്പെഷ്യലൈസ് ചെയ്ത് അത് മനസ്സിലാക്കിയിട്ട് തന്നെ അവര് പൗഡർ ഫ്രീ ആയിട്ടുള്ള ലാറ്റക്സ് ഗ്ലൗസുകൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. സെൻസിറ്റീവ് നാച്ചുറൽ റബ്ബർ ലാറ്റക്സ് മസ്റ്റ് യൂസ് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. നോ ലാറ്റക്സ് ഓർ പൗഡർ ഫ്രീ ലാറ്റക്സ് ഗ്ലൗസ് ആൻഡ് അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് അതർ ലാറ്റക്സ് പ്രോഡക്റ്റ്. മറ്റ് ലാറ്റക്സ് പ്രോഡക്റ്റിൽ നിന്നും അവരിൽ നിന്നും ഒഴിവായിട്ട് സാധാരണയായിട്ട് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള റബ്ബർ ലാറ്റക്സ് തന്നെയാണ് അവർ യൂസ് ചെയ്യേണ്ടത്. അവിടെ പ്രത്യേകം എടുത്ത് മനസ്സിലാക്കി വരേണ്ട ഒരു കാര്യം, എന്തെങ്കിലും അലർജി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചേർന്ന തരത്തിലുള്ള ഗ്ലൗസ് യൂസ് ചെയ്യാനായിട്ട് അവര് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. നെക്സ്റ്റ് എന്താണ്? ഫോളോ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് അസ്യൂമിങ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ്. അതായത് എന്തെങ്കിലും ഇൻഫെക്ഷൻ എന്തെങ്കിലും മുൻകരുതലുകൾ ആവശ്യമുണ്ടെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സുകളൊക്കെ ഉണ്ടാവാം നമുക്ക് ഒരു ഓപ്പറേഷന് വിധേയമാകുമ്പോൾ അറിയാം ചിലർക്ക് ചില മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് റേഡിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ടാവും. അതുമാതിരി തന്നെ ബോഡി ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ബ്ലഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ട്രാൻസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മുൻകരുതലുകൾ തീർച്ചയായിട്ടും അവിടെയുള്ള ഡോക്ടേഴ്സ് നഴ്സുമാരൊക്കെ കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ സാധ്യതയുള്ള വ്യക്തികളെല്ലാം എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്താണ്? വാഷ് ഹാൻഡ്സ് ആൻഡ് അതർ എക്സ്പോസ്ഡ് സ്കിൻ സർഫേസ് ആഫ്റ്റർ കമ്മിങ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ്സ്. എന്തെങ്കിലും ഇത്തരത്തിലുള്ള ബ്ലഡ് ആണെങ്കിലും ബോഡി ഫ്ലൂയിഡ്സിനൊക്കെ ഏതെങ്കിലും രീതിയിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് വാഷ് ചെയ്യണം. ഒപ്പം തന്നെ അവിടെ ഏതെങ്കിലും നമുക്കറിയാം ചിലപ്പോൾ എന്തെങ്കിലും ആ എക്യുപ്മെന്റ്സുകളൊക്കെ യൂസ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ കൈമാറ്റം ചെയ്യുമ്പോഴൊക്കെ ഫ്ലോറിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സർഫേസ് ഏരിയയിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിലും അവിടെയെല്ലാം കൃത്യമായിട്ട് തന്നെ വാഷ് ചെയ്യണം. വാഷ് ഹാൻഡ്സ് ആൻഡ് അതർ എക്സ്പോസ്ഡ് സ്കിൻ സർഫേസ്. കേസ് ശരീരത്തിന്റെ ഏതെങ്കിലും സ്കിന്നിലെ ഏതെങ്കിലും ഭാഗത്താണെങ്കിൽ തന്നെ അവിടെയെല്ലാം വാഷ് ചെയ്യണം. കമ്മിങ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ്സ്. കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന ആ ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന കൈയാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ശരീരഭാഗങ്ങൾ ഉണ്ടായെങ്കിൽ അതെല്ലാം വാഷ് ചെയ്യുന്നു. എന്താണ്? പ്രൊവൈഡ് ലിഫ്റ്റിംഗ് ഹെഡ്സ് ഫോർ ദ ലിഫ്റ്റിംഗ് ആൻഡ് ഷിഫ്റ്റ് ഓഫ് ഹെവി പേഷ്യൻസ്. കൺസൾട്ട് ആൻ ഒക്യുപേഷണൽ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ് ഓൺ ദ സേഫ് ഹാൻഡ്ലിംഗ് ഓഫ് ഹെവി പേഷ്യൻസ്. നമുക്കറിയാം ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഒരു രോഗിയെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ അവര് പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും നഴ്സുമാരും ഡോക്ടേഴ്സ് ഒക്കെ വരിക അവരെ കൂടെ കിടത്താനൊക്കെ അസിസ്റ്റന്റുമാരെ നമ്മൾ വിളിക്കേണ്ടതായിട്ട് അവരുടെ ഹെൽപ്പ് ആവശ്യമായിട്ട് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത്തരത്തില് വെയിറ്റ് കൂടിയ പേഷ്യൻസ് ആണ് എങ്കിൽ മറ്റുള്ളവരുടെ ഒരു സേഫ്റ്റി അതിന് വേണ്ടിയിട്ട് കൺസൾട്ട് ദ ഒക്യുപേഷണൽ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ്. അതായത് ഇവരെ വഹിക്കാൻ പറ്റുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും വ്യക്തികളൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടായിരിക്കണം ഇവരെ കൈകാര്യം ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ. നമുക്കറിയാം തിരിച്ച് മാറ്റില്ലെങ്കിലും ഒബ്സർവേഷൻ റൂമിലേക്ക് കൊണ്ടുപോകണമെങ്കിലും അല്ലെങ്കിൽ തിയേറ്ററിൽ ഈ ഒരു കാര്യങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്നതിന് മുമ്പാണെങ്കിലും അവരുടെ ഹെൽപ്പ് ആവശ്യമായിട്ടുണ്ടാകും. Then checking for anesthetic and oxygen gas leakage. അതായത് എന്തെങ്കിലും അനസ്തെറ്റിക് മയക്കി കിടത്താനോ അല്ലെങ്കിൽ ഓക്സിജനൊക്കെ കൊടുക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായെങ്കിൽ അതിന് എന്തെങ്കിലും ലീക്കേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചർ. എന്തെങ്കിലും തീ പിടിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ശ്രദ്ധയോടുകൂടി കൺട്രോൾ ചെയ്ത് വേണം കൈകാര്യം ചെയ്യാനായിട്ട് വേണ്ടത്. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്.
അപ്പൊ നേരത്തെ എന്താ പറയണ കുറച്ച് സോണൊക്കെ തിരിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് പഠിച്ചിരുന്നു, അവിടെ ഭയങ്കര ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഏരിയ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി മാറ്റേഴ്സ് അല്ലെ, കുറച്ചും കൂടി കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രിവെന്റീവ് മെഷർ അഗേൻസ്റ്റ് ഹസാർഡ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. എന്തെങ്കിലും അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എങ്കിൽ അതിന്റെ മുൻകരുതലുകളാണ് അല്ലെ. നമുക്ക് ബ്ലഡിൽ നിന്നോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിൽ നിന്നൊക്കെ അണുക്കൾ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അപകടാവസ്ഥ വരും അല്ലെ, മറ്റുള്ളവർക്ക് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഒരു തീപിടുത്തം, അല്ലെങ്കിൽ എന്തെങ്കിലും രൂക്ഷമായിട്ടുള്ള ഗന്ധം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അല്ലെ, എന്തെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും ഹസാർഡ്സ്, എന്തെങ്കിലും അപകടാവസ്ഥകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ എന്താ പറയുക സ്ലിപ്പ് സോൾസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാവും, തെന്നി വീഴാൻ സാധ്യതയുണ്ടാകാം അങ്ങനെ പാസ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ആ ഒരു പോയിന്റിന് വരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപകടാവസ്ഥകൾ ഇതിനെ നേരത്തെ കൂട്ടി മുൻകരുതലായിട്ട് പറയുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റുകൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓപ്പറേഷൻ തിയേറ്ററിൽ ചുരുക്കി പറയാന്ന് പറയുമ്പോൾ വീണ്ടും കുറെ സമയം പോകും. എന്തെങ്കിലും ഡൗട്ടുകൾ, ഏതെങ്കിലും പോയിന്റിന് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതിന് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. അവിടേക്ക് കയറുമ്പോൾ സ്ലിപ്പ് ആവാത്ത ഇതുകൾ ഉപയോഗിക്കണം, ഗ്ലൗസുകൾ ഉപയോഗിച്ചിട്ട് വേണം കയറാനായിട്ട്. പിന്നെ എന്താണ് എപ്പോഴും അല്ലെ എക്യുപ്മെന്റുകളെല്ലാം നല്ല റിപ്പയറിന്റെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ഔട്ട് ചെയ്യണം. നല്ല ഇലക്ട്രീഷ്യൻ ഉപയോഗിച്ചിട്ട് വേണം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ് എന്തെങ്കിലും അല്ലെ ഡോസിമീറ്റർ ഒക്കെ ഉപയോഗിച്ചിട്ട് റേഡിയേഷൻ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മുൻകരുതലുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പാലിക്കേണ്ടതുണ്ടെങ്കിൽ അത് പാലിച്ചുകൊണ്ട് വേണം അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. എന്താണ് എപ്പോഴും അല്ലെ എന്തെങ്കിലും വാതകങ്ങളുടെ ചോർച്ചയോ അല്ലെങ്കിൽ രാവിയോ അല്ലെങ്കിൽ എന്താണ് ഗന്ധത്തിന്റെ ഒക്കെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെയെല്ലാം റിമൂവ് ചെയ്യണം, അല്ലെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. എന്താണ് ബോഡി അല്ലെ നമ്മുടെ എന്തെങ്കിലും വാഷ് ചെയ്യേണ്ടത് അല്ലെ, എന്തെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം വാഷ് ചെയ്യണം. അത് ഇൻ കേസ് ഏതെങ്കിലും ബോഡിയുടെ ഏതെങ്കിലും പ്ലേസ് ആണെങ്കിൽ കൂടിയും അത് വാഷ് ചെയ്യണം എന്ന് പറയുന്നു. എന്താണ് അവര് ബോഡി വെയിറ്റ് കൂടിയ വ്യക്തിയാണെങ്കിൽ അവരെ കൈകാര്യം ചെയ്യാനായിട്ട് മറ്റു വ്യക്തികളുടെ സഹായം തേടേണ്ടതുണ്ടെങ്കിൽ തേടണം എന്ന് പറയുന്നു. എന്താണ് ഓക്സിജന്റെ ലീക്കേജ് അല്ലെ അനസ്തെറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ അതും ചെക്ക് ചെയ്യണം. അവിടെ എന്തെങ്കിലും തീ പിടിക്കാനൊക്കെയുള്ള സാധ്യതകളുണ്ടോ എന്നൊക്കെ ഉള്ളത് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെക്ക് ചെയ്ത് പോകണം. അങ്ങനെ ഒരു ഇതിലേക്ക് അല്ലെ ഒരു തിയേറ്ററിൽ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളത് മുൻകരുതലായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം നമ്മളിപ്പോ അല്ലെ നമ്മുടെ ഒരു കിച്ചണിലാണെങ്കിൽ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അല്ലെ നമ്മൾ ഓണാക്കിക്കൊണ്ട് ഇപ്പൊ അയൺ ചെയ്യാണെങ്കിൽ അത് ഓഫ് ചെയ്തിടണം. അങ്ങനെയൊക്കെ പറയുന്ന മാതിരി തന്നെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധയോട് കൂടി കൈകാര്യം ചെയ്യേണ്ടത് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ ചോദിക്കും. നഴ്സിന്റെ സെൻസിറ്റീവ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അല്ലെ ചിലർക്ക് അലർജിറ്റിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും അവിടെ ഗ്ലൗസ് യൂസ് ചെയ്യണം എന്നുള്ളത് മസ്റ്റാണ് അല്ലെ. കാരണം പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുമ്പോൾ ഗ്ലൗസ് ആവശ്യമാണ്. അല്ലെങ്കിൽ അണുക്കൾ ഇൻ കേസ് നഴ്സുമാരിൽ നിന്നും എന്തെങ്കിലും അണുക്കൾ എന്താണ് രോഗിയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാം. അതുപോലെ തന്നെ രോഗിയിൽ നിന്നും എന്തെങ്കിലും അണുക്കൾ നഴ്സുമാർക്കും പ്രവേശിക്കാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ പ്രിവെന്റീവ് ആയിട്ട് മാസ്കും ഗ്ലൗസ് ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ ചിലപ്പോഴൊക്കെ ചിലർക്ക് അലർജിയുടെ ഒരു ഉണ്ടെങ്കിൽ അതുമായി അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇതെടുക്കണം അല്ലെ, അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഗ്ലൗസ് യൂസ് ചെയ്യണമെന്നാണ് ആ ഒരു പോയിന്റിൽ മീൻ ചെയ്യുന്നത്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി എന്തെങ്കിലും എവേർട്ട് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക, അവിടെ നിന്ന് മാറി നിൽക്കുക എന്നൊക്കെ പറയില്ലേ. എത്രയും പെട്ടെന്ന് മാറി നിൽക്കുക, ഒഴിവാക്കുക എന്നുള്ളതാണ്
അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് അതർ ലാറ്റക്സ് പ്രോഡക്ട്സ്. അതായത് അതിൽ നിന്ന് ഒഴിവാക്കുക. മറ്റേതെങ്കിലും അതെങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പ്രോഡക്ട്സ് ആണെങ്കിൽ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഇവർക്ക് പറ്റുന്ന ഗ്ലൗസുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു പോയിന്റ്. ഇങ്ങനെ അങ്ങനെ കുറച്ചുകൂടി പറയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് തോന്നുന്നത്. ഇതിലാണ് ഇത്രയാണ് മീൻ ചെയ്യുന്നത്. അവർക്ക് എന്തായാലും ഗ്ലൗസ് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. പക്ഷെ ഇവർക്ക് അലർജറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിവായിട്ട് അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് അത് കൈകാര്യം ചെയ്യാനായിട്ട് മുൻകരുതലായിട്ട് എടുത്തിട്ട് വേണം ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രവേശിക്കാനായിട്ട്. വേറെ എന്തെങ്കിലും? ചിലർക്ക് ഈ റബ്ബർ പോലെയുള്ള അലർജി പ്രോബ്ലം ഉള്ളവരുണ്ടാകാം. അവർക്ക് എല്ലാവരും ഒരുപോലെ നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിലും മിക്കവാറും പ്രയറായിട്ട് അങ്ങനെ എല്ലാവരും തന്നെ കൈകാര്യം ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് എന്താണ്? എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ് ആണ്. അതായത് നമുക്ക് ഇവിടെ അല്ലെ ഈ ഒരു ഓപ്പറേഷൻ തിയേറ്റർ, പലതരത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ പറഞ്ഞു, പിന്നെ അവിടെയുള്ള മുൻകരുതലുകളും പറഞ്ഞു. ഇനിയുള്ളത് അവിടെ എമർജൻസി ആയിട്ട് കുറച്ച് എക്യുപ്മെന്റ്സ് അല്ലെ. ഓപ്പറേഷൻ തിയേറ്റർ ആവുമ്പോൾ നമുക്കറിയാം എമർജൻസി ആയിട്ട് ആ ഒരു എന്തെങ്കിലും ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കാതെ തന്നെ എന്തെങ്കിലും പ്രഷറോ വേരിയേഷൻ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ എമർജൻസി ആയിട്ടുള്ള ചില എക്യുപ്മെന്റ്സിന്റെ ആവശ്യകതകളും ഉണ്ടാകാം അല്ലെ. അങ്ങനെ ഉണ്ടാവില്ലേ? വല്ല ബ്ലീഡിംഗ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയില്ലേ? ഉണ്ടാവോ? ഓപ്പറേഷൻ തിയേറ്ററില് പ്രഷർ കൂടാൻ സാധ്യതയുണ്ടാവും. യെസ്, ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴെന്താണ് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് എക്യുപ്മെന്റ്സിന്റെ ഒക്കെ ആവശ്യകതയുണ്ട്. അത്തരത്തിലുള്ള കാര്യമാണ് പറയുന്നത്. കാർഡിയോ കൺട്രോൾ വിത്ത് ഡിഫിബ്രിലേറ്റർ ഹാസ് ടു ബി റെഡിലി അവൈലബിൾ. എന്താണ് ഡിഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ക്ലാസ്സിലാണെന്ന് അറിയില്ല. എന്താണ് സാധാരണയായിട്ട് നമ്മള് CPR കൊടുക്കല്ലേ? പെട്ടെന്നൊക്കെ നമ്മുടെ ശ്വാസം നിലച്ച് പോകുന്ന ഒരവസ്ഥയ്ക്കാണെങ്കിൽ CPR കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായു കൂടെയൊക്കെ ശ്വാസം കൊടുക്കുന്ന ഒരു ഇതുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്കറിയാം ഈ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആവുമ്പോൾ അതിന് പകരം ഡിഫിബ്രിലേറ്റർ എന്ന മെഷീനാണ് ഉപയോഗിക്കുന്നത്. അതായത് ആ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് തന്നെ ശ്വാസം നിലച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് എങ്കിൽ ആ ഒരു കാന്തിക ശക്തിയാണ് അത് ആ വൈദ്യുത പ്രവാഹത്തിന്റെ ഇതിൽ തന്നെ നമ്മുടെ നെഞ്ചത്തേക്ക് ഫോഴ്സ് ചെയ്ത് അമർത്തി കഴിയുമ്പോൾ നമ്മുടെ നെർവ് അല്ലെ ആ ഒരു നെഞ്ചിൽ അമർത്തി കഴിയുമ്പോൾ അത് ചെയ്യും അല്ലെ. പെട്ടെന്ന് തന്നെ ജെർവ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു നാഡി ഇരിച്ചു തുടങ്ങി ആക്ച്വലി ഒരു പെട്ടെന്ന് തന്നെ ആ ഒരു ഇതിന്റെ പിന്നീട് അവർക്ക് മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മള് എന്താണ് ആദ്യം ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ഒരു മെഷീനാണ് അത്. ഫസ്റ്റ് എയ്ഡിന് പകരമായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം CPR കൊടുക്കുന്നു എന്നുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു മെഷീന്റെ സഹായത്തോടു കൂടിയാണ്. ഡിഫിബ്രിലേറ്റർ എന്ന മെഷീൻ നെഞ്ചിലൂടെ അമർത്തി കഴിയുമ്പോൾ അതിലൂടെയുള്ള കാന്തിക പ്രവാഹത്തിന്റെ ഫലത്തില് അത് ഇടിച്ചു തുടങ്ങും അല്ലെ. നമ്മുടെ ഹൃദയം ഇടിച്ച് സ്പന്ദിച്ചു തുടങ്ങും. പിന്നെ നാച്ചുറലി അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ അല്ലെ പ്രൊവൈഡ് ചെയ്ത് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരവസ്ഥ. അപ്പൊ അത്തരത്തിലുള്ള മെഷീൻ മസ്റ്റ് ആയിട്ട് എവിടെ കീപ്പ് ചെയ്യണം? ഓപ്പറേഷൻ തിയേറ്ററിൽ സൂക്ഷിക്കേണ്ടതാണ്. Then do all the personal note its location. അതായത് ഓരോരുത്തരുടെയും ലൊക്കേഷനും മനസ്സിലാക്കിയിരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാവരെയും വിളിച്ചുകൂട്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റേണ്ട ആവശ്യകതയില്ല അല്ലെ. അവിടെ സാധാരണയായിട്ട് ഡോക്ടർ അല്ലെങ്കിൽ നഴ്സുമാര്, അതോടൊപ്പം തന്നെ ഡോക്ടർ ചിലപ്പോൾ നമ്മൾ കണ്ടായിരുന്നു കാർഡിയോളജിസ്റ്റ്, അതേമാതിരി തന്നെ റേഡിയോഗ്രാഫർ അല്ലെ. അവര് എക്സ്റേ ഒക്കെ എടുക്കണമെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളൊക്കെ കയറ്റണമെന്ന് പറഞ്ഞു. ഇൻ കേസ് മറ്റേതെങ്കിലും പേഴ്സൺസിനെ പെട്ടെന്ന് അർജന്റ്ലി വേണമെങ്കിൽ അവരെയൊക്കെ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അവരുടെ ലൊക്കേഷനൊക്കെ അറിഞ്ഞിരിക്കണം. ഇൻ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രീഷ്യന്റെ ഒക്കെ പെട്ടെന്ന് എന്തെങ്കിലും സംതിങ് മെഷീനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനായിട്ട് എന്തെങ്കിലും പേഴ്സണൽ ഏതെങ്കിലും ഡോക്ടേഴ്സിന്റെ സേവനം വേണമെങ്കിൽ മസ്റ്റായിട്ടും അവരുടെ ലൊക്കേഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം.
The next എന്താണ് specific duties of each person to be performed in connection with the emergency equipment checking of medicines which are expired and preventive maintenance of the equipment. മീൻസ് നമുക്ക് എല്ലാ എക്യുപ്മെന്റ്സും വേണമെങ്കിലും അല്ലെങ്കിൽ വല്ല മെഡിസിൻസ് ഒക്കെ വേണമെങ്കിൽ അതൊക്കെ നേരത്തെ കൂട്ടി കരുതി വെച്ചിട്ടുണ്ടായിരിക്കണം. ഇൻ കേസ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ അല്ലെ അത് അത്തരത്തിലുള്ള മെഡിസിൻ ഒന്നും ആയിരിക്കരുത് അവിടെ സൂക്ഷിച്ചു വെക്കേണ്ടത്. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടായിരിക്കണം എല്ലാ മെഡിസിൻസ് ഒക്കെ അവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ടത്. അപ്പൊ അർജന്റ് ആയിട്ട് ഇന്ന മെഡിസിൻ വേണമെങ്കിൽ അതനുസരിച്ചിട്ട് അവർക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ അതാണ് അത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ് ആണ്. അതായത് ചില എക്യുപ്മെന്റ്സ് വേണം, അതോടൊപ്പം തന്നെ എന്താണ് ചില മെഡിസിൻസ് വേണം, അതേമാതിരി തന്നെ ചില പേഴ്സന്റെയും ആവശ്യം വരും. അപ്പൊ അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കി വെക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത്. ചിലപ്പോഴൊക്കെ നമുക്കറിയാം ഇത്തരത്തില് ഇപ്പൊ വല്ല ബ്ലീഡിങ്ങും കാര്യങ്ങളും ഉണ്ടെങ്കിലൊക്കെ അതിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ഉണ്ട് ചില എക്യുപ്മെന്റ് ഉണ്ട് അല്ലെ, ഡയറ്റർമി മെഷീൻ ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു അതിലും എന്താണ് ഇതേമാതിരി തന്നെ ഒരു ചൂട് കൊടുത്തിട്ട് അതിന്റെ ഞരമ്പുകൾക്ക് ആ ഒരു ഇത് കൊടുക്കിട്ടുമ്പോൾ സാധാരണയായിട്ട് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാവുന്ന ഒരു ഇതാണ്, മെഷീനാണ്. അപ്പൊ അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള മെഷീന്റെ ഒക്കെ ആവശ്യകത ഉണ്ടാവാറുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ അത് മസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് വെക്കേണ്ടതാണ്. നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാലോ. 1 പോയിന്റ് പറഞ്ഞോളൂ. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്, അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ഇൻവോൾവ് സ്റ്റാൻഡേർഡ് പോളിസീസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. അതായത് നമ്മള് ഇതൊക്കെ അല്ലെ കുറച്ച് കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കണം. ഡോക്ടേഴ്സും അല്ലെങ്കിൽ നഴ്സുമാരെ നേരത്തെ കുട്ടിയോടെ പേഷ്യൻസിനും ഇൻസ്ട്രക്ഷൻ പറയും, നിങ്ങൾ ഇന്ന ഡ്രസ്സുകൾ ഇട്ട് പോകണം അല്ലെ, ഇന്ന ഡോക്ടറിന്റെ ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഐഡന്റിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് വേണം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകാൻ എന്നൊക്കെ പ്രത്യേകം ഇൻസ്ട്രക്ഷൻസ് ഓരോ പേഷ്യൻസിനും കൊടുത്തിട്ടുണ്ടാവും ഇല്ലേ, അങ്ങനെ തന്നെയല്ലേ. അപ്പൊ ആ ഒരു കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഫസ്റ്റ് വൺ പറയുന്നത്, മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. ചിലപ്പോ ചില ഡോക്ടറിന്റെ പേരിൽ അല്ലെ ലേബലിലായിരിക്കും ഒരു വലിയ ഹോസ്പിറ്റലും ഒരു വലിയ അല്ലെ ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ ആവുമ്പോൾ വ്യത്യസ്ത ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഒന്നിച്ചാണ് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ തന്നെ അത് ഏത് ഡോക്ടറിന്റെയാണ് എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഐഡന്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ആ ഒരു രീതി ഫോളോ ചെയ്യേണ്ടതുണ്ട്. തന്നെ റെസ്ട്രെയിനിങ് ഓഫ് പേഷ്യൻസ് ഡ്യൂറിങ് എ മൂവ്മെന്റ്, അതായത് അവർക്ക് അല്ലെ കൃത്യമായിട്ട് നിയന്ത്രണം ആവശ്യമാണ്. ഓരോ വ്യക്തികളുടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നെക്സ്റ്റ് പേഷ്യൻസിനെ അല്ലെ കൊണ്ടുവരാനുള്ള ആ ഒരു നിയന്ത്രണം കൃത്യമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ് ഓൺ ഓപ്പറേറ്റിംഗ് ടേബിൾ വൈൽ ടേണിംഗ് ഓർ ട്രാൻസ്ഫർ ചെയ്യുന്നു. നമുക്കറിയാം എന്തെങ്കിലും അല്ലെ ഈ പേഷ്യൻസിനെ കൊണ്ടുതന്നെ ഈ എന്താണ് വെയിറ്റ് കൂടിയ പേഷ്യൻസ് ഒക്കെ ആവുമ്പോൾ മറ്റുള്ളവരുടെ ഹെൽപ്പൊക്കെ വേണ്ടി ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ അതിനനുസൃതമായിട്ടുള്ള ആൾക്കാരെ അല്ലെ അവർ അറ്റൻഡേഴ്സിനൊക്കെ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടാവണം. എന്താണ് പേഷ്യൻസിനെ കൊണ്ടുവന്ന് കിടത്താനാണെങ്കിലും തിരിച്ച് റിട്ടേൺ ചെയ്ത് അല്ലെ ഒബ്സർവേഷൻ റൂമിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യണമെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. നമ്മളിവിടെ പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ. ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ ആ ഒരു കാര്യങ്ങൾ നന്നായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ എന്താണ് ഐഡന്റിഫിക്കേഷൻ വർക്ക് ഇതുണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. ദെൻ എന്താണ് ഓരോ പേഷ്യൻസിന്റെ മൂവ്മെന്റ് അത് ഓരോന്ന് കഴിയുന്നത് അനുസരിച്ചിട്ടാണ് അത് ക്രമപ്പെടുത്തി കൊണ്ടുവരിക. ദെൻ അവരെയൊക്കെ കൊണ്ടുവരാൻ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അല്ലെ കൂടുതൽ ഷിഫ്റ്റ് ചെയ്ത് കിടത്താനാണെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുപോകാനാണെങ്കിലും അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ദെൻ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾസ്, ഇൻഫെക്ഷൻ അല്ലെ നമുക്ക് അണുബാധയൊന്നും ഇല്ലാതിരിക്കാനായിട്ട് മുൻകരുതലായിട്ട് കുറെ പ്രോട്ടോകോൾസ് പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം അല്ലെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഡ്രസ്സൊക്കെ മാറ്റി അല്ലെ ഡ്രസ്സൊക്കെ പുതിയ അതുമായി ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ച് ആ നഴ്സുമാർ പറയുന്ന അനുസരിച്ച് നെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് ജ്വല്ലറി ഐറ്റംസ് ഒക്കെ റിമൂവ് ചെയ്തിട്ടൊക്കെ ആയിരിക്കണം ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രവേശിക്കാനായിട്ട്. ഇതെല്ലാം എന്താണ് അഡ്മിനിസ്ട്രേഷൻ ലെവലില് ഓപ്പറേഷന്റെ ആ ഒരു ഭരണപരമായ രീതിയിൽ എടുക്കുമ്പോൾ ഉള്ള പോയിന്റ്സ് ആണ്. നെക്സ്റ്റ് എന്താണ് ഈ റിക്കവറി റൂം. അതായത് ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം കുറച്ചു നേരം അല്ലെ നേരെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യില്ല അല്ലെ, അങ്ങനെയല്ലേ? ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമോ? വലിയ അത്യാവശ്യം ഒരു മേജർ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് ഇല്ല. അവരെന്തായാലും കുറച്ച് നേരത്തേക്ക് അല്ലെ കുറച്ച് ടൈമിലേക്ക് ഒബ്സർവേഷൻ റൂമിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അതാണ് എന്താണ് ഈ റിക്കവറി റൂം എന്ന് പറയുന്നത്. പേഷ്യന്റ് ഒബ്സർവേഷൻ ടു ബി പെർഫോംഡ് എവറി 15 minutes ആഫ്റ്റർ ദ സർജറി ഇൻക്ലൂഡിംഗ് വൈറ്റൽ സൈൻ ലെവൽ ഓഫ് കോൺഷ്യസ് ബ്ലീഡിംഗ് എക്സെട്ര.
ഓക്കെ. അപ്പൊ എന്താണ് അത് ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാത്ത എവറി 50 മിനിറ്റ്സ്, ഓരോ 15 മിനിറ്റിലും ഇടയ്ക്ക് അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഒബ്സർവേഷൻ റൂമിൽ എന്താണ് അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ടത്? അവരെ സേനികളല്ലേ എന്തെങ്കിലും പ്രഷർ കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ ബോധത്തിലൊക്കെ അല്ലെ, നമുക്കറിയാം ടൈം കഴിയുന്നതനുസരിച്ചിട്ട് ബോധം വന്നുകൊണ്ടിരിക്കണം അല്ലെ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അല്ലെ, അതേമാതിരി തന്നെ ബ്ലീഡിംഗ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. Then all equipment should be ready on demand. ഈ സൈനുകളിലെല്ലാം എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് എന്താണ് എക്യുപ്മെന്റ് ഉപയോഗിച്ചിട്ട് സഹായത്തോട് കൂടിയിട്ട് അവരെ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള എക്യുപ്മെന്റ് എല്ലാം അവിടെ റെഡിയാക്കി വെക്കാം. വൈറ്റൽ സയൻസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ പ്രഷറും അല്ലെ ഷുഗറും അതിന്റെയൊക്കെ കാര്യങ്ങൾ നമ്മളെ ECG നമ്മുടെ ഇതൊക്കെ നോക്കൂലേ, അത് കൃത്യമായിട്ട് സിഗ്നൽ കാണിച്ചു തരും. ഓക്കെ ആണോ, കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് തന്നെ അത് കാണിച്ചു തരും. ഇൻ കേസ് പ്രഷർ കൂടുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ആക്ഷനൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. ഇതാണ് വൈറ്റൽ സൈൻ. സൈൻ എന്ന് വെച്ചാൽ നമ്മള് ഓപ്പറേഷൻ തിയേറ്ററിൽ കേൾക്കുമ്പോഴേ തന്നെ ആ ഒരു ഇതിന്റെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങും അല്ലെ, ഒരു കികിന്നോ അച്ചയോട് കൂടിയിട്ടുള്ള ഒരു ഇതുണ്ടാവാറുണ്ട്. അപ്പൊ അത് പുറത്ത് ഒബ്സർവേഷൻ കഴിയുമ്പോൾ നമുക്കറിയാം ഇത്രയും ഈ ടൈമിനുള്ളിൽ പുറത്തേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നിരീക്ഷിക്കുന്ന സമയത്തും ചിലർക്ക് ഈ മെഷീന്റെ സഹായത്തോടു കൂടി തന്നെ അവര് നിരീക്ഷിക്കേണ്ടതുണ്ട് എങ്കിൽ അവിടെ എന്തെങ്കിലും സിഗ്നൽ അല്ലെ, ചിലർക്ക് ഇതിന്റെ ആവശ്യകത ഉണ്ടാവില്ല, ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് മാത്രം ഇടയ്ക്കിടയ്ക്കൊക്കെ ചെക്ക് ചെയ്ത് പോകുന്നവരുണ്ടാവാം. അതല്ലെങ്കിൽ ഇതിന്റെ എന്തെങ്കിലും പ്രഷറിന്റെ വേരിയേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഒരു സിഗ്നൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ മെഷീനൊക്കെ ഇവരോടൊപ്പം തന്നെ ഉണ്ടാവും. അപ്പൊ അത് നിരീക്ഷിച്ചിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അപ്ലിക്കേഷൻ അല്ലെ മുൻകരുതലായിട്ട് എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ എന്താണ് റെസ്ട്രിക്ഷൻ ഓഫ് വിസിറ്റേഴ്സ് ടു പ്രിവെന്റ് ഇൻഫെക്ഷൻ. നമുക്കറിയാം ഒബ്സർവേഷൻ റൂമിൽ ഇരിക്കുമ്പോൾ എല്ലാവർക്കും കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുമോ? ഇല്ല, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കുറച്ച് പേരൊക്കെ കാണാനുള്ള വിസിറ്റ് ചെയ്യാനുള്ള അവസരമൊക്കെ കാണിച്ചു കൊടുക്കുള്ളൂ അല്ലേ, അങ്ങനെ തന്നെയല്ലേ? റെസ്ട്രിക്ഷൻ ഉണ്ടാവില്ലേ? അതെ. അപ്പൊ ആ റെസ്ട്രിക്ഷൻസ് വിസിറ്റേഴ്സിന് എല്ലാവർക്കും വന്നു പോകാനുള്ള സൗകര്യമൊന്നും ഉണ്ടാവില്ല, അവർക്കത് റെസ്ട്രിക്റ്റ് ചെയ്തു അല്ലെ, ഇത്ര സമയത്തിനുള്ള ഈ സമയത്ത് മാത്രമേ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത് കാരണം എന്തുകൊണ്ടാ, ഒരു മുൻകരുതലാണ് അല്ലെ, ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ. പെട്ടെന്ന് എന്തെങ്കിലും അല്ലെ കുറച്ചും കൂടി നമ്മൾ മറ്റുള്ളവരെ കാണുമ്പൊക്കെ പെട്ടെന്ന് അവരുടെ ആ ഒരു ശരീരത്തിന്റെ കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതൊക്കെ മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് വിസിറ്റേഴ്സിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഇൻ റിക്കവറി റൂമിൽ ഉണ്ടാവുക. അപ്പൊ കുറച്ച് പോയിന്റേ ഉള്ളൂ എങ്കിലും ജസ്റ്റ് നിങ്ങൾ ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്യണം. അതായത് റിക്കവറി റൂമിലൊക്കെ ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്, എത്ര ടൈമിന് ഇടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്, അതല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഏതൊക്കെ കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട് അല്ലെ, ഐഡന്റിഫിക്കേഷൻ ഇത് യൂസ് ചെയ്യേണ്ടതുണ്ട്, അതല്ലെങ്കിൽ എന്താണ് അവരെ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്ത് പോകേണ്ടതുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കാർഡിയക് ട്രോളിങ്ങിൽ ഇത്തരത്തിലുള്ള എന്ത് തരത്തിലുള്ള മെഷീൻസ് ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. ഇപ്പൊ ഡിഫിബ്രിലേറ്റർ പലതരത്തിലുള്ള മെഷീൻസ് ഒക്കെ പറയുമ്പോൾ എന്താണ് ഡിഫിബ്രിലേറ്റർ എന്നുള്ളത് അല്ലെ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇത് ഓപ്പറേഷൻ തിയേറ്ററിൽ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു മെഷീൻ ആണല്ലോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അങ്ങനെയുള്ള അല്ലെ ഒരു പെട്ടെന്ന് ഒരു ജീവൻ തുടിപ്പ് നശിച്ചു പോകുന്ന അല്ലെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലൊക്കെയാണ് ഡിഫിബ്രിലേറ്ററിന്റെ ഉപയോഗം വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മെഷീന്റെ ഒക്കെ പേരുകൾ ഓർത്ത് വെക്കുക, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. എന്താണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പല ഇതുകളും അല്ലെ പലതരത്തിലുള്ള പ്രിക്കോഷൻസ് പ്രിവെന്റീവ് ആയിട്ടുള്ള മെഷേഴ്സുകളൊക്കെ ഓപ്ഷൻസ് വരുമ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഇതിന്റെ മുൻകരുതലുകളുടെ ഭാഗമായിട്ടാണെന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ ഡീറ്റെയില് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഒക്കെ പ്രത്യേകത എന്താന്നുള്ളതുണ്ട് അല്ലെ.
ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററിൽ CT സ്കാനും MRI സ്കാനൊക്കെ ഉൾപ്പെടുത്തും അല്ലെ. അതേമാതിരി തന്നെ ഇന്റഗ്രേറ്റഡ് ആകുമ്പോൾ നമുക്കറിയാം അവിടെ കുറച്ചും കൂടി എന്താണ് ഒരു പേഷ്യന്റിന്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അവിടെ കീപ്പ് ചെയ്ത് വെക്കാനായിട്ടുള്ള സൗകര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇന്റഗ്രേറ്ററിന്റെ പ്രത്യേകത എന്നുള്ള കാര്യമൊക്കെ. വ്യത്യസ്ത 3 തരത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ ഉള്ളത് കൊണ്ട് അത് ഏത് തരത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്ററിലാണ് അത്തരത്തിലുള്ള സൗകര്യം എന്നുള്ളത് എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ അത് നോട്ട് ചെയ്യാം. ഇതില് പ്രത്യേകിച്ച് ബ്ലീഡിങ് കൺട്രോളിന്റെ ഒക്കെ മെഷീന്റെ കാര്യം പറയുന്നില്ല എങ്കിൽ കൂടി ഒരു ഡയറ്ററി മെഷീനൊക്കെ അത് നിങ്ങൾ മറ്റേ ഇതുകളിൽ പഠിക്കും തീർച്ചയായിട്ടും. അപ്പൊ മിക്സ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുമ്പോഴാണെങ്കിലും അത് ആവശ്യമായിട്ട് വരും. ഒന്ന് നോട്ട് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണ്. ഈ ഒരു ഭാഗം കൂടി നമുക്ക് ഇതിലുള്ളൂ. പറഞ്ഞോട്ടെ, കണ്ടിന്യൂ ചെയ്തോട്ടെ. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇതുകൂടി നമുക്ക് എടുത്ത് അവസാനിപ്പിക്കാം. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇനി ഓപ്പറേഷൻ തിയേറ്ററിന്റെ അതില് നമുക്ക് ലാസ്റ്റ് വരുന്ന കാര്യം എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി. ഒരു എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ എന്താണ് ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഓപ്പറേറ്റിംഗ് റൂമിലെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ. Operating room executive secretaries keep the department running smoothly and effectively by treating and welcoming patients. അതായത് ഒരു സെക്രട്ടറി അല്ലെ, എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്ന നിലയ്ക്ക് ആരുടെയും എന്ത് കാര്യങ്ങളും അവിടെ വരുന്ന പേഷ്യൻസിന്റെ അല്ലെങ്കിൽ പേഷ്യൻസിനോടൊപ്പം തന്നെ വരുന്ന മറ്റേതെങ്കിലും വിസിറ്റേഴ്സ് ആരാണെങ്കിലും അവരെ നന്നായി തന്നെ വെൽക്കം ചെയ്ത് അല്ലെ, അവരെ നന്നായി തന്നെ വെൽക്കം ചെയ്തിട്ട് അവരുടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് എന്താണോ ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്താണ് അറിയേണ്ടത് അത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് സ്മൂത്ത് ആയിട്ട്, അതായത് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രവർത്തനം നല്ല സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള പ്രധാനപ്പെട്ട റോള് അത് ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മുടെ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറീസ് കീപ്പ് ദ ഡിപ്പാർട്ട്മെന്റ് റണ്ണിങ് അല്ലെ, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നന്നായി തന്നെ മൂവ് ചെയ്ത് പോവാനായിട്ട്, നല്ല സ്മൂത്ത് ആയിട്ടും കാര്യക്ഷമമായിട്ടും മൂവ് ചെയ്ത് പോവാനായിട്ടും എല്ലാവരെയും നല്ല രീതിയിൽ തന്നെ വെൽക്കം ചെയ്ത് അല്ലെ, അവിടെയുള്ള പേഷ്യൻസിനെയൊക്കെ നല്ല രീതിയിൽ തന്നെ വെൽക്കം ചെയ്ത് അവരുടെ കാര്യങ്ങളെല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് നന്നായിട്ട് കൈകാര്യം ചെയ്ത് പോകാനായിട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആൻസറിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്ലിയർ ഡൗട്ട്സ്, ആര് എന്ത് ചോദിച്ചാലും അല്ലെ, അവിടെ വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ വിസിറ്റേഴ്സ് അല്ലെങ്കിൽ അല്ലെ അവരുടെ റിലേറ്റീവ്സ് ഒക്കെ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ, അതായത് ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടിയും എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെയാണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്, ദീസ് വർക്കേഴ്സ് ഓപ്പറേറ്റ് ഓഫീസ് എക്യുപ്മെന്റ് ദാറ്റ് ഇൻക്ലൂഡ്സ് voicemail and phone system, machines, copiers and scanners, and also maintain and organize department supplies. അതായത് നമുക്കറിയാം ഇപ്പോ ഓപ്പറേഷൻ ഒക്കെ വരുമ്പോൾ അല്ലെ, അതിന് കുറച്ച് ഒരുപാട് ഫിനാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ പെട്ടെന്ന് തന്നെ പേഷ്യൻസിനും അല്ലെങ്കിൽ റിലേറ്റീവ്സിനൊക്കെ ചില തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. അതല്ലെങ്കിൽ നമ്മുടെ എന്താണ് പൈസ അല്ലെ, ആ ക്യാഷിൽ എന്തെങ്കിലും ഡിഡക്ഷൻ ഒക്കെ കിട്ടാനായിട്ട് വല്ല കമ്പനികളൊക്കെ ഇൻഷുറൻസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ അവർക്ക് എന്തെങ്കിലും മെയിൽ അയച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ വോയിസോ അല്ലെങ്കിൽ എന്താണ് കുറച്ച് ലീവ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കേണ്ടതുണ്ടാവും അല്ലെ. ഓരോ പേഷ്യൻസിനും അത് കൈകാര്യം ചെയ്ത് പോകാനായിട്ട് ഹെൽപ്പ് ആവശ്യമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ട ഡ്യൂട്ടി ആരെയാണ്? എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വോയിസ് മെയിലോ അല്ലെങ്കിൽ ഫോൺ സിസ്റ്റം അല്ലെ, ഫോൺ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കോപ്പിയോ സ്കാനേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൈകാര്യം ചെയ്ത് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥനായിരിക്കുന്ന വ്യക്തിയാണ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്നുള്ളത്. നെക്സ്റ്റ് എവിടത്തെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി? ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി. നെക്സ്റ്റ് എന്താ പറയുന്നത്, they accept and route message and transfer correspondence verbally or through write form. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു മെയിൽ അയക്കുക എന്നൊക്കെ പറയുന്നത് മാതിരി അല്ലെങ്കിൽ ലീഡ് സാങ്ഷൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വേണ്ടി വരുമ്പോൾ
ചിലപ്പോഴൊക്കെ വെർബലി അവരുടെ വോയിസ് അല്ലെ, ഇത് ഇന്ന പേഷ്യന്റ് പിന്നെ അതിന് വിധേയമായി അല്ലെങ്കിൽ ഇത്രയും എക്സ്പെൻസ് വന്നിട്ടുണ്ട്, അപ്പൊ അത്തരത്തിലുള്ള എന്തെങ്കിലും വെർബലി എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മെസ്സേജ് അയക്കേണ്ടതുണ്ടാവും. ഒരുപക്ഷെ റിട്ടേൺ ഫോമിൽ എഴുതി തയ്യാറാക്കി ചിലപ്പോൾ അവർക്കൊക്കെ കൊടുക്കുക അല്ലെ, കൈമാറ്റം ചെയ്യേണ്ടതുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഡ്യൂട്ടികളെല്ലാം എന്താണ് ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഡ്യൂട്ടി തന്നെയാണ്. എന്താണ് additional duties consist of taking specimens to the lab, helping in scheduling procedures, supporting the department through updating bed status. അതായത് നമുക്ക് ഇപ്പോ അറിയാം പേഷ്യൻസ് ചിലപ്പോഴൊക്കെ രോഗനിർണയത്തിനൊക്കെ വേണ്ടിയിട്ട് ഓപ്പറേറ്റ് ചെയ്യാറുണ്ട് അല്ലെ, അപ്പൊ അവർക്കൊക്കെ ലാബില് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ടാവും. ചിലപ്പോ എന്തെങ്കിലും ബ്ലഡ് ഫ്ലൂയിഡ്സ് എന്തെങ്കിലുമൊക്കെ ടെസ്റ്റിന് ആക്കേണ്ടതുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഒരു ഡിസ്കഷൻ അല്ലെ, അവരുമായിട്ട് ഒരു സപ്പോർട്ടീവായിട്ട് ആ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട് ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഡ്യൂട്ടി തന്നെയാണ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ബെഡ് അല്ലെ, നമുക്കറിയാം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരാൾ വെക്കേറ്റ് ചെയ്യുന്നത് അനുസരിച്ചിട്ടാണ് ഓരോരുത്തരെയും വലിയ വലിയ ഹോസ്പിറ്റലിലും സാഹചര്യം അല്ലെ പലതരത്തിലും നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഇതൊക്കെയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. മീൻസ് ഒരുപാട് സൗകര്യങ്ങളുണ്ട് എല്ലാവർക്കും അല്ലെ, നമ്മുടെ സൗകര്യങ്ങളുണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷെ നമുക്കറിയാം ഓപ്പറേറ്റിംഗ് റൂം എന്നൊക്കെ പറയുന്നത് ഒരുപാടൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഓരോരുത്തരുടെ വെക്കേറ്റ് ചെയ്തതിനു ശേഷമായിരിക്കും അടുത്ത ആളെ കൊണ്ടുവരുന്നത്. അത് അപ്ഡേറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് അതിന്റെ സ്റ്റാറ്റസ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് കൈകാര്യം ചെയ്യേണ്ട ഡ്യൂട്ടിയും എന്താണ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഡ്യൂട്ടി തന്നെയാണ്. Maintaining clean lines and order lines like cleanliness stations. അതായത് ആ ഭാഗങ്ങളെല്ലാം നഴ്സിംഗ് സ്റ്റേഷനെ പോലെ തന്നെ ക്ലീൻ ആക്കി പരിപാലിച്ചു കൊണ്ടുപോയേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്, എക്സിക്യൂട്ടീവ് സെക്രട്ടറി. നമുക്കറിയാം ചെയ്യേണ്ടവര് വ്യത്യസ്ത പേഴ്സൺസ് ആയിരിക്കും, പക്ഷെ അവരെയൊക്കെ സൂപ്പർവൈസ് ചെയ്ത് ചെയ്യിപ്പിക്കേണ്ട ഒരു ഡ്യൂട്ടി ആർക്കുണ്ടാകും, നമ്മുടെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്ക് ഉണ്ട്. Then executive secretaries may also be responsible for managing and training new clerical within the operating room department. അതായത് പുതിയ വല്ല അപ്പോയിന്റ്മെന്റ്സും അല്ലെ, നമുക്കറിയാം ഓപ്പറേറ്റിംഗ് റൂമിന്റെ ക്ലറിക്കൽ ജോലികളൊക്കെ ചെയ്യാനായിട്ട് പുതിയ സ്റ്റാഫുകളോ അങ്ങനെയൊക്കെയുള്ള പേഴ്സൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെയെല്ലാം എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി, എന്തൊക്കെയാണ് ഉത്തരവാദിത്തങ്ങൾ എന്നെല്ലാം ട്രെയിൻ ചെയ്ത് പുതിയ സ്റ്റാഫിനെ അതിനോട് ഒക്കെ അല്ലെ അതിനോട് ഇടപഴകി തീർക്കത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ട ഡ്യൂട്ടിയും ആർക്ക് തന്നെയാണ്, എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഡ്യൂട്ടി തന്നെയാണ്. ഇതാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. അപ്പോ ജസ്റ്റ് ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടികൾ ഏതൊക്കെയാണെന്നുള്ളത് ചിലപ്പോഴെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ ഇപ്പൊ ന്യൂ ട്രെയിനിങ് പേഴ്സൺസിന് എന്തെങ്കിലും ട്രെയിനിങ് കൊടുക്കേണ്ട വ്യക്തി ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ഡൗട്ടുകൾ ഉണ്ടാവും അല്ലെ. ഓപ്പറേറ്റിംഗ് റൂമില് ഇത്തരത്തിലുള്ള ക്ലറിക്കൽ ഡ്യൂട്ടീസ് ചെയ്യാൻ വേണ്ടി വരുന്ന വ്യക്തിക്ക് കൊടുക്കേണ്ട ട്രെയിനിങ് കൊടുക്കേണ്ട വ്യക്തി ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ഡൗട്ട് ഇല്ലാതെ തന്നെ ആരാണ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്നൊക്കെ പറയാനൊക്കെ ആയിട്ട് അതിന് നോട്ട് ചെയ്യാം. അത്തരം പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, വായിച്ചു നോക്കാം. സ്പീഡിലാണ് ഞാൻ ക്ലാസ് എടുത്തത്. എന്തെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ടൈമുണ്ട്. നമുക്ക് നെക്സ്റ്റ് എടുക്കേണ്ടത് സ്പിലേജ് വേസ്റ്റ് എടുത്താലോ? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, സ്പിലേജ് വേസ്റ്റ് ഉണ്ട്. സ്പിലേജ് വേസ്റ്റ് നമ്മുടെ ഇത്തിരി വലിയ ലെങ്തി ചാപ്റ്റർ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതെടുക്കാം. ഇന്നിപ്പോ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്? ഹലോ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. കാരണം ഞാൻ സാധാരണ ഇച്ചിരി കൂടി സ്ലോയിലാണ് പോവാറ്. എന്തായാലും ഒന്ന് തീർത്തേക്കാം, കാരണം ഒത്തിരി പോർഷൻസ് പെൻഡിങ് ഉണ്ട് നമുക്ക്. പിന്നെ അടുത്തത് നമ്മള് എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങിയാണ് എടുത്തത്. കുഞ്ഞു കുഞ്ഞു ഇതുകളാണ്, ഹെഡിങ് വെച്ചിട്ട് കുറച്ച് കുറച്ച് പോയിന്റ്സുകളാണ് ഉള്ളത്.
ഇവിടെ ഇതാണ് ഉദ്ദേശിച്ചത് ദിസ് വർക്ക് ആസ് ഓപ്പറേറ്റഡ്. ഓക്കെ, ഇതില് എന്താണ് വ്യത്യാസം എന്ന് അറിയാം അല്ലെ? ഇതിൽ പറയുന്നത് ദിസ് വർക്ക് ആസ് ഓപ്പറേറ്റർ ഓഫീസ് എക്യുപ്മെന്റ് അവര് ദാറ്റ് ഇഗ്നോർഡ് വോയിസ് മെയിൽ ആൻഡ് ഫോൺ സിസ്റ്റം മെഷീൻസ് കോപ്പീസ് and the scanners and also maintain and organize the department supplies. കേസ് ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റും ചോദിക്കുന്നുണ്ടാവും. ഹോസ്പിറ്റലിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരെ തിരക്കുന്നുണ്ടാവും അല്ലെ? ഡോക്ടറിന് എന്തെങ്കിലും പ്രൊസീഡ് ചെയ്യാൻ അല്ലെ, എന്തെങ്കിലും കാര്യങ്ങൾ എത്തിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ലാബിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എത്തിക്കാനൊക്കെ ആയിട്ട് ആവശ്യപ്പെടുന്നുണ്ടാവും. അപ്പൊ അത് ചെയ്തു കൊടുക്കേണ്ട ഡ്യൂട്ടി അതിന്റെ വോയിസും കാര്യങ്ങളൊക്കെ ഇവരെ ഹെഡ് നിലയിൽ എന്താണ് ഹോം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ. ഇതുമാതിരി തന്നെ നമ്മൾ എന്താണ് അതേ ആക്സെപ്റ്റ് ആൻഡ് ഗൂഡ് മെസ്സേജ് ആൻഡ് ട്രാൻസ്ഫർ കറസ്പോണ്ടൻസ് വെർബലി ഓർ പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഈ പേഷ്യന്റിന്റേതായ ആവശ്യത്തിന് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ലീവോ അല്ലെങ്കിൽ സാലറിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഷുറൻസ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ പേഷ്യന്റിന്റേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇദ്ദേഹത്തിന്റെ വോയിസ് മെയിലോ അല്ലെങ്കിൽ എന്താണ് റിട്ടേൺ ഫോം ഒക്കെ ആവശ്യപ്പെടാം. അതും തയ്യാറാക്കി കൊടുക്കേണ്ടത് ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്പിലേജ് വേസ്റ്റുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.